ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാ അധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മാർ തെയോഫിലോസിനെ അഭിഷേകം ചെയ്യുന്ന ചടങ്ങുകൾ തുടങ്ങി. സഭാ ആസ്ഥാനമായ തിരുവല്ലയിലെ സെയിന്റ് തോമസ് കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണ ശുശ്രൂഷ. വിവരങ്ങളുമായി അഭിലാൽ സി കെ ചേരുന്നു. അഭിലാൽ, സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിച്ചോ? ഇപ്പോഴും പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് അതിന്റെ പ്രധാന ചടങ്ങുകൾ? സാമുവേൽ മാർ തെയോഫിലോസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷനായി മാറുകയാണ്. 3 മണിക്കൂറിലേറെ നീളുന്ന ചടങ്ങുകൾ അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. സഭയുടെ ഡൽഹി അതിഭദ്രാസന അധിപനായിട്ടുള്ള ജോൺ മാർ ഐറേനിയോസ് ആണ് മുഖ്യ കാർമ്മികനായി ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത്. സഭയിലെ മറ്റ് ബിഷപ്പുമാർ, പുരോഹിതർ എല്ലാം സഹകാർമ്മികരായി രംഗത്തുണ്ട്. സഭാവിശ്വാസികളായി അടക്കം നൂറുകണക്കിന് ആളുകൾ സഭയുടെ തിരുവല്ലയിലെ ആസ്ഥാനത്തുള്ള സെന്റ് തോമസ് കത്തീഡ്രലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ 8 മണിയോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. കുർബാനയ്ക്ക് മുൻപായി നിയുക്ത മെത്രാപ്പോലിത്തയെ പള്ളിയിലേക്ക് പ്രദക്ഷിണമായാണ് സ്വീകരിച്ചു വന്നത്. ഏറെക്കുറെ 11 മണിയോടുകൂടി സ്ഥാനാരോഹണ ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തും. ശേഷം ബിലീവേഴ്സിന്റെ കൺവെൻഷൻ സെന്ററിൽ അനുമോദന സമ്മേളനം ചേരും. മർത്തോമ സഭ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രാപ്പോലിത്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി സജി ചെറിയാൻ, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കും.